അങ്ങനെ ആ ഒരു ശൂന്യതയുടെ സമയത്ത് ഒരുപക്ഷെ യേശു പ്രാർത്ഥിക്കാൻ പോയതായിരിക്കാം. ആ സമയത്താണ് മാതാവ് ശുശ്രൂഷക്കാരോട് പറയുന്നത്, ഇവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവനെന്ന് ശുശ്രൂഷക്കാരോട് പറയുന്നത്. തിരിച്ചു വന്നതിന് ശേഷം യേശു തമ്പുരാൻ ഈ ശുശ്രൂഷക്കാരോട് പറയുകയാണ്, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് പറയുന്നു. അവർ വക്കോളം നിറച്ചു, അത് വീഞ്ഞായി രൂപപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവത്തെ നമ്മളിങ്ങനെ ധ്യാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത്? ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അമ്മ പറഞ്ഞതുകൊണ്ടാണ് യേശു തമ്പുരാൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത്. അമ്മ പറഞ്ഞത് വഴി യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയം പുനഃക്രമീകരിക്കുന്നതായിട്ടാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുക. അത്രമാത്രം ശക്തമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ യേശുവിൻ്റെ മുമ്പാകെയുള്ള മധ്യസ്ഥത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.